നമസ്കാരം. നിളയൊരു വിശേഷങ്ങളിലേക്ക് സ്വാഗതം. ചങ്ങരംകുളം മൂക്കുതലയിൽ നിയന്ത്രണം വിട്ട സ്വിഫ്റ്റ് കാർ വൈദ്യുതി പോസ്റ്റിലേക്ക് ഇടിച്ചു കയറി. ബുധനാഴ്ച രാവിലെ 11 മണിയോടെ മൂക്കുതല ഹെൽത്ത് സെന്ററിനടുത്താണ് അപകടമുണ്ടായത്. എരമംഗലം ഭാഗത്തു നിന്നും ചങ്ങരംകുളം ഭാഗത്തേക്ക് വന്നിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത്. അപകടത്തിൽ കാറിൽ ഉണ്ടായിരുന്ന യാത്രക്കാർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. വൈദ്യുതി കാൽ മുറിഞ്ഞതിനെ തുടർന്ന് പ്രദേശത്ത് മണിക്കൂറുകളോളം വൈദ്യുതി മുടങ്ങി. ചങ്ങരംകുളം പോലീസും KSEB ജീവനക്കാരുമെത്തി കാർ നീക്കം ചെയ്ത് ഗതാഗത തടസ്സം നീക്കി. അപകടത്തിൽ കാർ ഭാഗികമായി തകർന്നു. മുറിഞ്ഞ പോസ്റ്റ് മാറ്റി പ്രദേശത്തെ വൈദ്യുതി പുനഃസ്ഥാപിക്കാനുള്ള ശ്രമത്തിലാണ് KSEB ജീവനക്കാർ. ബൈക്കിലെത്തിയ 2 അംഗ സംഘം പട്ടാപ്പകൽ വീട്ടിൽ കയറി കിടപ്പുരോഗിയായ വൃദ്ധയുടെയും വീട്ടമ്മയുടെയും സ്വർണ്ണമാല കവർന്നു. വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്തിലെ 12-ാം വാർഡ് പള്ളിക്കരയിലാണ് നാടിനെ ഞെട്ടിച്ച സംഭവം നടന്നത്. പള്ളിക്കര തോറ്റപ്പറമ്പിൽ വീട്ടിൽ പരേതനായ കൃഷ്ണന്റെ ഭാര്യ 80 വയസ്സുള്ള ഉർവശി സുഖമില്ലാത്തതിനെ തുടർന്ന് കിടപ്പിലാണ്. ഇവരുടെ കഴുത്തിൽ കിടന്നിരുന്ന 1.5 പവൻ വരുന്ന മാലയും ഇവരുടെ പേരമകൻ ദിനേശന്റെ ഭാര്യ രജിതയുടെ 4 പവൻ വരുന്ന സ്വർണ്ണമാലയുമാണ് ബൈക്കിലെത്തിയ മോഷ്ടാക്കൾ കവർന്നത്. ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 1:30 കമ്പിളിപ്പുതപ്പ് വിൽക്കാനെന്ന വ്യാജേനയാണ് മോഷ്ടാക്കൾ എത്തിയത്. വേണ്ടെന്നു പറഞ്ഞ് മടക്കിയെങ്കിലും 2:30 തിരിച്ചെത്തി. വീടിന് പുറത്തുനിന്ന് തുണികൾ എടുത്തുകൊണ്ടിരുന്ന രജിതയുടെ വായ മുറ്റത്ത് കിടന്നിരുന്ന തുണി കൊണ്ട് പൊത്തിപ്പിടിക്കുകയും ഒപ്പമുണ്ടായിരുന്നയാൾ വീടിനകത്ത് കിടന്നിരുന്ന ഉർവശിയുടെ കഴുത്തിൽ കിടന്ന മാല പൊട്ടിച്ച് പുറത്തു വരികയുമായിരുന്നു. തുടർന്ന് രജിതയുടെ കഴുത്തിലുണ്ടായിരുന്ന മാലയും പൊട്ടിച്ച് ബൈക്കിൽ രക്ഷപ്പെട്ടു. മോഷ്ടാക്കൾ ഹെൽമറ്റ് ധരിച്ചിരുന്നു എന്നാണ് രജിത പറയുന്നത്. ഒരു 2:30 ആകുമ്പോൾ ബൈക്കുമ്പോൾ 2 ആൾക്കാർ ഹെൽമെറ്റും മാസ്കൊക്കെ വെച്ചിട്ട് വന്നു. അപ്പം ഞാൻ കോലായിട്ട് നിൽക്കണ്ടായിരുന്നത്. അപ്പോൾ ഒരാളങ്ങനെ അകത്തേക്ക് കയറി. അപ്പം ഞാൻ എന്തെങ്ങനെ പന്തിയല്ലാതെ ഒരാളകത്തേക്ക് പെട്ടെന്ന് വെച്ചിട്ട് എന്താ ഇപ്പോൾ ഇതിങ്ങനെ ആലോചിച്ച് നിൽക്കുമ്പോഴേക്ക് കൂടെ ഉണ്ടായിരുന്ന അഴിക്കാമുണ്ടായിരുന്ന ടർക്കി എടുത്തിട്ട് എൻ്റെ മുഖം വായ പൊത്തി പിടിച്ച് നിന്നു. അപ്പോൾ അകത്ത് അമ്മമ്മ സുഖമില്ലാണ്ട് കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അമ്മമ്മേനെ അവിടെ നിന്ന് സൗണ്ട് കേട്ടു. ഒരു പെട്ടിയൊക്കെ അമ്മമ്മയുടെ അവിടെ ഇരിക്കുന്നുണ്ട്. സൗണ്ട് ഇങ്ങനെ കേട്ടു. എന്നിട്ട് അയാൾ അങ്ങോട്ട് ഇറങ്ങിപ്പോയി വണ്ടി സ്റ്റാർട്ട് ചെയ്തു. സ്കൂട്ടറിൻ്റെ സൗണ്ട് കേട്ടു. അപ്പോൾ എൻ്റെ മുഖത്തുനിന്ന് ടർക്കി എടുക്കുകയും ചെയ്തു. എൻ്റെ കഴുത്തുന്നത് വലിക്കുകയും ചെയ്തു. എൻ്റെ കഴുത്തിൽ ഞാൻ ഹെൽമെറ്റ് കഴുത്ത് വേദനയായിട്ട് ഞാൻ ബെൽറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ ഇടയിൽ നിന്ന് അത് വലിച്ചെടുത്തിട്ട് അങ്ങനെ പോവുകയും ചെയ്തു. അപ്പോൾ ബഹളം വെച്ചു. അപ്പോൾ അകത്ത് കുട്ടിയുണ്ടായിരുന്നു. അവൾ വന്നു. അപ്പോഴേക്കും അപ്പോൾ പോയിരുന്നു. അസുഖത്തെ തുടർന്ന് കഴുത്തിൽ ധരിച്ചിരുന്ന ബെൽറ്റ് അടക്കം മോഷ്ടാക്കൾ പറിച്ചെടുത്തു. ബഹളം വെച്ചതിനെ തുടർന്ന് നാട്ടുകാർ ഓടിക്കൂടിയെങ്കിലും കവർച്ച നടത്തിയവർ രക്ഷപ്പെട്ടിരുന്നു. പട്ടാപ്പകൽ ഇങ്ങനെയൊരു സംഭവം നടന്നത് വളരെയധികം ആശങ്കയുണ്ടാക്കുന്നുവെന്ന് വാർഡ് മെമ്പർ ശ്രുതി സന്ദീപ് പറഞ്ഞു. നമുക്ക് ഇങ്ങനൊരു മറ്റ് സ്ഥലങ്ങളിൽ ഇങ്ങനൊരു കേട്ടുകേൾവി ഉണ്ടെങ്കിൽ കൂടി നമുക്ക് ഇങ്ങനൊരു ആദ്യമായിട്ടാണ് നമ്മുടെ ഇങ്ങനൊരു അനുഭവം വരുന്നത്. കാരണം ഒരു രാവിലെ സമയം ഉച്ചയോട് കൂടിയിട്ടാണ് എല്ലാ ആളുകളും എല്ലാവരും വീടിനുള്ളിലാണെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷമാണ് ഇങ്ങനെ ഒരു ബെഡ്ഷീറ്റ് വിൽക്കാൻ എന്നുള്ള പേരിൽ വ്യാജേന വന്ന് എല്ലാം മനസ്സിലാക്കിയതിന് ശേഷമാണ് വീണ്ടും ഇങ്ങനെ വന്നിട്ട് ഒരു സംഭവം ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടായിരിക്കുന്നതിൽ നമ്മൾ പോലീസിൽ ഉടനെ തന്നെ വിവരം അറിയിക്കുകയും അവർ മൊഴിയെടുക്കുകയും അതുപോലെയുള്ള കർശന നടപടികളെല്ലാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. രാത്രി 8 മണിയോടെ തൃശൂരിൽ നിന്ന് ഡോഗ് സ്ക്വാഡ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. ചെറുതുരുത്തി പോലീസ് അന്വേഷണം ഊർജിതമാക്കി. CCTV ന്യൂസ് തളി. തിരുമിറ്റക്കോട് പഞ്ചായത്തിലെ പള്ളിപ്പാടം പൂവാറ്റിക്കുന്നിലെ മണ്ണെടുപ്പ് കേന്ദ്രത്തിൽ നിന്നും കൂറ്റൻ പാറകൾ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന പ്രദേശത്തേക്ക് ഉരുണ്ടു വീണു. തലനാരിഴയ്ക്കാണ് വൻ ദുരന്തം ഒഴിവായത്. വാർഡ് മെമ്പർ MK റഷീദ് തങ്ങളുടെ നേതൃത്വത്തിൽ പ്രതിഷേധവുമായി എത്തിയ നാട്ടുകാർ മണ്ണെടുപ്പ് നിർത്തിവെപ്പിച്ചു. ഇന്ന് രാവിലെ 9 മണിയോടെയാണ് സംഭവമുണ്ടായത്. മണ്ണെടുപ്പ് നടക്കുന്ന പള്ളിപ്പാടം കുന്നിൽ നിന്നും ആൾ ഉയരത്തിലുള്ള 2 പാറകളാണ് ജനവാസ കേന്ദ്രത്തിലേക്ക് ഉരുണ്ടുവീണത്. കുത്തനെയുള്ള കുന്നിൻ ചെരുവിലൂടെ ഉരുണ്ടുവന്ന പാറകൾ വീടുകൾക്ക് സമീപമുള്ള പറമ്പിലെ റബ്ബർ മരങ്ങളിൽ തട്ടി തടഞ്ഞു നിൽക്കുകയായിരുന്നു. തോട്ടത്തിൽ ആടിനെ നോക്കിയിരുന്ന പ്രദേശവാസിയായ മുഹമ്മദ് ഞൊടിയിടയിൽ ഓടി മാറിയതിനാൽ ആളപായമുണ്ടായില്ല. ഞാനിവിടെ ഇരിക്കുകയായിരുന്നു. ആടോളാക്കിയിട്ട് ഇവിടെ ഇരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഈ കല്ലുരുണ്ട് വന്നത്. ഞാനും മല ഇടിഞ്ഞ് വരികയാണെന്ന് വെച്ചിട്ട് പാഞ്ഞ് തിരിച്ചു വന്ന് നോക്കുമ്പോഴാണ് കല്ല് ഇവിടെ വന്നു നിന്നത്. അപ്പോഴാണ് ഞാൻ എല്ലാവരെയും അറിയിച്ചത്. അപ്പോൾ എല്ലാവരും വന്നു. ഇതിൻ്റെ മുകളിൽ മണ്ണെടുക്കണ്ടേ, അവിടുന്ന് ഉരുണ്ട് വന്നത്. പാറകൾ സമീപത്തുള്ള വീടുകൾക്ക് മുകളിലേക്ക് പതിക്കാതിരുന്നതും വലിയ ദുരന്തം ഒഴിവായി. കുന്നിൻ താഴ്വരയിൽ 200ഓളം വീടുകളും 300ഓളം കുട്ടികൾ പഠിക്കുന്ന മദ്രസയുമുണ്ട്. ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണി ഉയർത്തുന്ന മണ്ണെടുപ്പിനെതിരെ വാർഡ് മെമ്പർ റഷീദ് തങ്ങളുടെ നേതൃത്വത്തിൽ മുൻപും പലതവണ പരാതി നൽകിയെങ്കിലും മണ്ണെടുപ്പ് തടയാൻ നടപടിയുണ്ടാകുന്നില്ല എന്നും ആരോപണമുണ്ട്.
ഇവിടെ ജനങ്ങൾക്ക് ഭീഷണിയായിട്ടുള്ള സാധനം നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ. അപ്പൊ എന്താ വെച്ചാൽ ഞങ്ങൾ ഇതിന്റെ പേരിൽ ഞങ്ങൾ ഒരുപാട് പരാതികൾ എല്ലാ ഭാഗത്തും കളക്ടർക്കും അതേപോലെ ഞങ്ങൾ വില്ലേജ് എല്ലാ ഭാഗത്തും എല്ലാ പരാതിയായിട്ട് ഞങ്ങൾ പോയിട്ടുള്ളതാണ്. ഭയങ്കര ഭീഷണിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. വാർഡ് മെമ്പർ എന്ന രീതിയിൽ ഇത് ഇവിടെ നടത്തരുത് എന്ന് പറഞ്ഞ് ശക്തമായി ഞാനും ഞങ്ങളെ പള്ളിപ്പാട് ജനങ്ങളും ഇതിന് സപ്പോർട്ട് ചെയ്യും. വരുന്നവരുടെ പേരിൽ കേസ് എടുത്തിട്ടും ഭീഷണിപ്പെടുത്തിക്കൊണ്ടാണ് ഇവർ ഈ മണ്ണ് മാഫിയ ഇവിടെ പള്ളിപ്പാടം നടന്നുകൊണ്ടിരിക്കുന്നത്. കോറി അതിന് തൊട്ടപ്പുറത്ത് കോറികൾ ഇവരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കാത്ത ഉദ്യോഗസ്ഥരാണ് ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. രാപ്പകൽ വ്യത്യാസമില്ലാതെ നടക്കുന്ന മണ്ണെടുപ്പ് കാരണം കുട്ടികളുമായി ഭയന്നാണ് വീടുകളിൽ കഴിയുന്നതെന്ന് പ്രദേശവാസികളായ വീട്ടമ്മമാർ പറയുന്നു. ഞങ്ങൾക്ക് ഇവിടെ 7 മാസത്തിൽ കൂടുതലായി മണ്ണെടുക്കണ മാഫിയായിട്ട്, അതിന്റെ അപ്പുറത്ത് വലിയൊരു കോറിയും ട്രഷറി ആയിട്ട് നടക്കുന്നുണ്ട്. രാവും പകലും പണി കാരണം കൊണ്ട് വീട്ടിൽ സമാധാനത്തോടു കൂടെ ഉറങ്ങാനും കൂടി പറ്റുന്നില്ല. ഇതിനായിട്ട് ആരെങ്കിലും മുൻഗണന എടുത്തിറങ്ങിയാൽ അവരെ പേരിൽ കേസ് എടുക്കുക, കേസ് നടപടി എടുക്കുക, പിന്നെ അവർ കാശ് മേടിച്ചിട്ട് പിന്നെ അവർ ഒതുങ്ങി നിൽക്കുക. ഇതൊക്കെയാണ് ഇവിടെ നടന്നു പോണത്. ജനങ്ങൾ ഭയങ്കര ഭീതിയിലാണ് ജീവിച്ചു പോണത്. അതിനൊരു പരിഹാരം ഞങ്ങൾക്ക് കിട്ടണം. നാട്ടുകാരുടെ പരാതിയെ തുടർന്ന് തിരുമിറ്റക്കോട് പഞ്ചായത്ത് പ്രസിഡന്റ് ടി സുഹറ, തൊട്ടടുത്ത വാർഡ് മെമ്പർമാരായ PM മുസ്തഫ തങ്ങൾ, PM വാഹിദ് എന്നിവർ സ്ഥലത്തെത്തി മണ്ണെടുപ്പ് നിർത്തിവെക്കാൻ ആവശ്യപ്പെട്ടു. ചാലിശ്ശേരി പോലീസും സ്ഥലത്തെത്തിയിരുന്നു. പള്ളിപ്പാടത്ത് മണ്ണെടുക്കുന്നതിന്റെ ഭാഗമായിട്ട് നിരവധി പ്രാവശ്യം ജനങ്ങളുടെ ആശങ്ക ഈ മണ്ണെടുക്കുന്ന ഏജൻസിയോട്, ശിവാലയ ഏജൻസിയോട് ആവശ്യപ്പെടുകയും അവർ ജിയോളജിസ്റ്റ് പറഞ്ഞ മാതൃകയിൽ മണ്ണ് കൊണ്ടുപോകാൻ വേണ്ടി ഞങ്ങൾ സമ്മതിക്കുകയും ചെയ്തതാണ്. പക്ഷേ ജിയോളജിസ്റ്റ് പറഞ്ഞ യാതൊരു നടപടികളും അവർ സ്വീകരിക്കാതെ അവർക്ക് തോന്നിയ പോലെ മണ്ണ് കൊണ്ടുപോകുന്ന ഒരാശങ്കയാണ്. അതിലും അപകടകരമായി നിൽക്കുന്ന അവസ്ഥ പോലും പരിഹരിക്കുന്നില്ല എന്ന്. അടുത്ത നടപടി ഇതിന് ആരാണോ അധികാരികൾ ഇതിൻ്റെ പെർമിഷൻ കൊടുത്തിരിക്കുന്ന അധികാരികൾ വന്ന് ജനങ്ങളുടെ ആശങ്കയും അതുപോലെ തന്നെ പാലങ്ങളും എല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്നു, അതെല്ലാം പരിഹരിച്ചതിന് ശേഷം മാത്രം ഇനിയുള്ള മുന്നോട്ടുള്ള നടത്തിപ്പുള്ളൂ എന്നാണ് തിരുമറ്റക്കോട് പഞ്ചായത്തിൻ്റെ എൻ്റെ പ്രസിഡന്റ് നിലയിൽ എൻ്റെ അഭിപ്രായം. ഇത് നാളെ ജിയോളജിസ്റ്റുമായിട്ട് ഈ കാര്യങ്ങൾ സംസാരിക്കുന്നതാണ്. ദേശീയപാത നിർമ്മാണത്തിന് വേണ്ടിയാണ് മണ്ണെടുക്കുന്നതെന്ന് ഖനനം നടത്തുന്ന കമ്പനി അധികൃതർ പറയുന്നു. എന്നാൽ മാനദണ്ഡങ്ങൾ ലംഘിച്ചാണ് മണ്ണെടുക്കുന്നതും മണ്ണ് കൊണ്ടുപോകുന്നതും എന്നാണ് ജനപ്രതിനിധികളും നാട്ടുകാരും പറയുന്നത്. രാത്രിയും പകലും വ്യത്യാസമില്ലാതെ 100 കണക്കിന് ടോറസ് ടിപ്പറുകൾ ഉപയോഗിച്ചാണ് മണ്ണെടുത്തു കൊണ്ടുപോകുന്നത്. തട്ടുതട്ടായി മാത്രമേ മണ്ണെടുക്കാൻ പാടുള്ളൂവെന്നാണ് ചട്ടം. എന്നാൽ കുന്നു തുരന്നാണ് മണ്ണെടുക്കുന്നത്. വലിയ ഉരുളൻ പാറകൾ ഏത് നിമിഷവും താഴേക്ക് പതിക്കാവുന്ന അവസ്ഥയിലാണുള്ളത്. പാറയിടുക്കുകളിലൂടെ വെള്ളം പുറത്തേക്കൊഴുകുന്നുണ്ടെന്നും മഴക്കാലമായാൽ ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചൽ ഉൾപ്പെടെയുള്ള പ്രകൃതി ദുരന്തങ്ങൾക്കും സാധ്യതയുണ്ടെന്നും നാട്ടുകാർ പറയുന്നു. 10 ടണ്ണിൽ കൂടുതൽ ഭാരമുള്ള വാഹനങ്ങൾ പഞ്ചായത്ത് റോഡിലൂടെ സഞ്ചരിക്കാൻ പാടില്ല എന്നാണ് നിയമം. എന്നാൽ പഞ്ചായത്ത് സെക്രട്ടറിയുടെ ഉത്തരവ് ലംഘിച്ച് അമിത ഭാരം കയറ്റിയുള്ള ടോറസ് ലോറികളുടെ ഇടതടവില്ലാത്ത സഞ്ചാരം കൊണ്ട് റോഡും കലുങ്കു പാലങ്ങളും തകരുകയും കുടിവെള്ള പൈപ്പുകൾ പൊട്ടുകയും ചെയ്യുന്നുണ്ട്. റോഡിൽ കെട്ടിക്കിടക്കുന്ന പൊടിയിൽ തെന്നി ബൈക്കുകൾ മറിഞ്ഞ് യാത്രക്കാർക്ക് പരിക്കുപറ്റുന്നതും നിത്യസംഭവമാണ്. ലോകം മുതലാളിത്തവൽക്കരണത്തിന്റെ പിടിയിലമരുമ്പോൾ ചരിത്രത്തിന്റെ ഓർമ്മപ്പെടുത്തൽ എന്ന വണ്ണം വീണ്ടും ഒരു തൊഴിലാളി ദിനം കൂടി. ഒരു അനുസ്മരണ ദിനം എന്നതിലപ്പുറം ലോകമാകമാനമുള്ള തൊഴിലാളികളുടെ ജീവിതത്തിലേക്ക് പുതിയൊരു വെളിച്ചം നൽകുകയും അതുവഴി ലോകത്തെ ഭൂരിപക്ഷം മനുഷ്യരുടെയും ജീവിതത്തിന് ഒരു നിശാബോധം നൽകിയ ദിനം കൂടിയാണ് മെയ് 1. തൊഴിൽ സമയം, ആനുകൂല്യങ്ങൾ, അവകാശങ്ങൾ എന്നിവയെല്ലാം തൊഴിലാളികൾ പൊരുതി നേടിയതാണ്. നീണ്ടകാലത്തെ പോരാട്ടങ്ങളിലൂടെ പീഡനങ്ങളെ അതിജീവിച്ച് അവകാശങ്ങൾ നേടിയെടുത്തതിന്റെ സ്മരണ. തൊഴിലിന്റെ മഹത്വവും തൊഴിലാളികളുടെ അവകാശങ്ങളും ഉയർത്തിക്കാട്ടിയാണ് ലോകമെങ്ങും മെയ് ദിനം ആചരിക്കുന്നത്. 20 മണിക്കൂർ വരെ ജോലിയും തുച്ഛമായ വേതനവുമുള്ള ദുരിത ജീവിതത്തിൽ നിന്ന് കരകയറാൻ സംഘടിച്ചതിന്റെ ഓർമ്മ പുതുക്കൽ. 8 മണിക്കൂർ ജോലി, 8 മണിക്കൂർ വിനോദം, 8 മണിക്കൂർ വിശ്രമം എന്ന അവകാശം ചോര ചിന്തി പൊരുതി നേടുകയായിരുന്നു. തൊഴിലാളികളുടെ അവകാശ പോരാട്ടത്തിനിടെ 1886 ചിക്കാഗോയിൽ കൊല്ലപ്പെട്ടവരുടെ സ്മരണ പുതുക്കൽ കൂടിയാണ് ഓരോ മെയ് ദിനവും. തൊഴിലാളികൾക്ക് മെച്ചപ്പെട്ട വേതനത്തിനായുള്ള മുദ്രാവാക്യം മുഴങ്ങിയ കാലമാണ് 19-ാം നൂറ്റാണ്ടിന്റെ അവസാന വർഷങ്ങൾ. 8 മണിക്കൂറിൽ കൂടുതൽ തൊഴിൽ ചെയ്യില്ലെന്ന് തൊഴിലാളികൾ തീരുമാനിച്ചു. അങ്ങനെയാണ് 1886 മെയ് 1 അമേരിക്കയിലെ ഫെഡറേഷൻ ഓഫ് ഓർഗനൈസ്ഡ് ട്രേഡ്സ് ആൻഡ് ലേബർ യൂണിയൻ എന്ന സംഘടനയുടെ നേതൃത്വത്തിൽ ചിക്കാഗോയിൽ 80,000-ലധികം തൊഴിലാളികൾ ഒത്തുകൂടിയത്. അന്ന് പോലീസ് വെടിവെപ്പിൽ 4 തൊഴിലാളികൾ കൊല്ലപ്പെട്ടു. തൊഴിലാളികളെ 15 മണിക്കൂറോളം ജോലി ചെയ്യിച്ച് ചൂഷണം ചെയ്തിരുന്ന മുതലാളിമാരിൽ നിന്ന് സമരത്തിലൂടെ പിടിച്ചെടുത്ത അവകാശമായി അത് മാറി.
ത്യാഗവും സഹനവും ക്ലേശവും നിറഞ്ഞ തൊഴിലാളികളുടെ സമരങ്ങളുടെയും പ്രക്ഷോഭങ്ങളുടെയും സമർപ്പണത്തിന്റെയും രക്തസാക്ഷിത്വത്തിന്റെയും ചരിത്രം മെയ് ദിനം ഓർമ്മപ്പെടുത്തുന്നു. മെയ് ദിനം ആഘോഷങ്ങളുടെ മാത്രം ദിനമല്ല, വരാൻ പോകുന്ന ശക്തവും തീവ്രവുമായ സമരങ്ങളിലേക്കുള്ള മുന്നൊരുക്കത്തിന് ഊർജം പകരുന്ന ദിനാചരണം കൂടിയാണ്. ന്യൂസ് ഡെസ്ക് CCTV. തൊഴിലാളികളെ സംഘടിക്കുവിൻ, സംഘടിച്ച് സംഘടിച്ച് ശക്തരാകുവിൻ. തൊഴിലാളികളെ സംഘടിക്കുവിൻ, സംഘടിച്ച് സംഘടിച്ച് ശക്തരാകുവിൻ. നാടെങ്ങും ലോക തൊഴിലാളി ദിനം ആഘോഷിച്ചു. വിവിധ തൊഴിലാളി സംഘടനകളുടെ നേതൃത്വത്തിലായിരുന്നു ദിനാഘോഷം. പട്ടാമ്പിയിൽ CITUവിന്റെ നേതൃത്വത്തിൽ തൊഴിലാളി സംഗമം സംഘടിപ്പിച്ചു. CITU പാലക്കാട് ഡിവിഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മെയ് ദിന തൊഴിലാളി സംഗമവും M. ചന്ദ്രൻ അനുസ്മരണവും സംഘടിപ്പിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗം TK അച്യുതൻ ഉദ്ഘാടനം ചെയ്തു. ആധുനിക തൊഴിലാളികൾ രൂപപ്പെടുന്നത് 765 ആധുനിക തൊഴിലാളികൾ രൂപപ്പെട്ടതോടുകൂടി മുതലാളിത്തം അതിന്റെ സമ്പത്ത് വർദ്ധിപ്പിക്കാൻ തുടങ്ങി. വ്യവസായം, യന്ത്രസാമഗ്രികൾ ഉപയോഗിച്ച് കൽക്കരിയും ഇരുമ്പും ചെമ്പും സ്വർണവും ഒക്കെ ഖനനം ചെയ്യുന്ന വ്യവസായങ്ങൾ, അങ്ങനെയുള്ള വ്യവസായങ്ങൾ രൂപപ്പെടുന്നത് 765. അതുവരെ തൊഴിലാളികൾ എന്ന് പറഞ്ഞാൽ അങ്ങനെ വർദ്ധത്തെ കുറിച്ച് ചിന്തിക്കാൻ പോലും കഴിയാത്ത സാഹചര്യമായിരുന്നു ലോകം. അങ്ങനെയുള്ള കാലഘട്ടത്തിലാണ് അച്ഛനും അമ്മയും മക്കളും ഒരുമിച്ച് ജോലി ചെയ്താൽ പോലും യൂറോപ്യൻ രാജ്യങ്ങളിൽ റൊട്ടി വാങ്ങാനുള്ള പൈസ പോലും കിട്ടില്ല. അവരുടെ പ്രധാന ഭക്ഷണം റൊട്ടിയും ഇറച്ചിയും. അപ്പൊ റൊട്ടി വാങ്ങാനുള്ള പൈസ പോലും, ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടിയുള്ള പൈസ പോലും കിട്ടാത്ത കാലം. കുട്ടികൾക്ക് സ്കൂളിൽ പഠിക്കാൻ അവസരമില്ല. ഡിവിഷൻ പ്രസിഡന്റ് NP വിനയകുമാർ അധ്യക്ഷത വഹിച്ചു. CPIM ഏരിയ സെക്രട്ടറി T. ഗോപാലകൃഷ്ണൻ, ഡിവിഷൻ സെക്രട്ടറി AV സുരേഷ്, ഡിവിഷൻ ഭാരവാഹികളായ M. രാമചന്ദ്രൻ, PC വാസു, T. ഷാജി, TV ഗിരീഷ്, C. മുകേഷ് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. CCTVയിലൂടെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് തീർത്തും സൗജന്യമായി ആശംസകൾ നേരാം. ജന്മദിനം, വിവാഹം, വിവാഹ വാർഷികം തുടങ്ങിയ അവിസ്മരണീയ ആഘോഷവേളകളിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് CCTVയിലൂടെ തികച്ചും സൗജന്യമായി ആശംസകൾ നേരാം. അതിനായി ഫോട്ടോയും വിശദാംശങ്ങളും മെയിൽ അയയ്ക്കുകയോ അല്ലെങ്കിൽ ഓഫീസിൽ വൈകിട്ട് 4 മണിക്കുള്ളിൽ നേരിട്ടെത്തി നൽകുകയോ ചെയ്യാം. വാട്സ്ആപ്പ് നമ്പർ 89 43 35 14 00. മെയിൽ ID cctvnews@gmail.com. ആശംസകൾ മെയിൽ അയക്കുന്നവരും വാട്സ്ആപ്പ് ചെയ്യുന്നവരും നിർബന്ധമായും ഓഫീസിൽ വിളിച്ച് ഉറപ്പുവരുത്തേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 89 43 35 14 00, 89 43 35 14 26. നമ്പറുകൾ ഒരിക്കൽ കൂടി 89 43 35 14 00, 89 43 35 14 26. CCTV, നിങ്ങളുടെ സ്വന്തം പ്രാദേശിക ചാനൽ. തൃത്താല മേഴത്തൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ശതാബ്ദിയുടെ നിറവിൽ ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി തയ്യാറാക്കിയ ലോഗോ പുറത്തിറക്കി. ഇതോടൊപ്പം സർവീസിൽ നിന്നും വിരമിക്കുന്ന അധ്യാപകർക്ക് യാത്രയയപ്പ് നൽകി. തൃത്താല മേഴത്തൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ശതാബ്ദി ആഘോഷ നിറവിലാണ്. ശതാബ്ദി ആഘോഷങ്ങളുടെ പ്രഖ്യാപനവും സർവീസിൽ വിരമിക്കുന്ന അധ്യാപകർക്കുള്ള യാത്രയയപ്പും കഴിഞ്ഞ ദിവസം വിവിധ പരിപാടികളോടെ സ്കൂളിൽ നടത്തി. ഷൊർണൂർ MLA P. മമ്മിക്കുട്ടി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ 2-3 വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യങ്ങൾ ആലോചിച്ചാൽ നടുക്കത്തോടു കൂടി തന്നെയാണ് നമ്മൾ ഇതിനെ സമീപിച്ചത്. എന്നാൽ അതിനെല്ലാം മുക്തി നേടി കൊറോണയും കോവിഡ് മഹാമാരിയും പ്രളയവും എല്ലാം തന്നെ നഗ്നതാണ്ഡവമാടിയ ഒരു സംസ്ഥാനത്ത്, ഒരു പ്രദേശത്ത് അതിൻ്റെ യാതൊരു ശേഷിപ്പുകളും അതുപോലെ തന്നെ അതിൻ്റെ യാതൊരു തരത്തിലുള്ള അവശിഷ്ടങ്ങളും ഇന്ന് നോക്കിയാൽ കാണാത്ത വിധത്തിൽ ഈ സമൂഹത്തെ പുനഃക്രമീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ നമ്മുടെ കേരളത്തിനായി എന്നുള്ളത് നമുക്കൊക്കെ തന്നെ അഭിമാനത്തോടു കൂടി തന്നെ കാണാൻ വേണ്ടി കഴിയും. വിദ്യാഭ്യാസ മേഖലയിൽ പൊതുവിദ്യാഭ്യാസ രംഗത്തും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സംവിധാനത്തിൻ്റെ കാര്യത്തിലുമൊക്കെ നമുക്കേറെ മുന്നോട്ട് പോകാനായിട്ടുള്ള ഒരു സ്ഥിതിവിശേഷത്തിലാണ്
ഈ വിദ്യാഭ്യാസ വർഷം കടന്നുപോയത്. സ്കൂൾ PTA പ്രസിഡന്റ് ഉമാശങ്കർ അധ്യക്ഷനായിരുന്നു. ജില്ലാ പഞ്ചായത്ത് അംഗം കമ്മുക്കുട്ടി എടത്തോൾ മുഖ്യാതിഥിയായി. നിറവ് 2024-25 എന്ന പേരിലാണ് ശതാബ്ദി ആഘോഷം കൊണ്ടാടുന്നത്. ശതാബ്ദി ആഘോഷത്തിന്റെ ലോഗോയും പി മമ്മിക്കുട്ടി MLA പ്രകാശനം ചെയ്തു. വിരമിക്കുന്ന അധ്യാപകരായ സഫിയ, ജസീന, ലത തുടങ്ങിയവരെ ചടങ്ങിൽ ആദരിച്ചു. സ്കൂളിന് വേണ്ടി സ്ഥലം നൽകിയ അച്യുത മാസ്റ്ററെയും കുടുംബത്തെയും ചടങ്ങിൽ ആദരിച്ചു. വിരമിക്കുന്ന അധ്യാപകരായ ജസീന, ലത, 97 ബാച്ചിലെ പൂർവ്വ വിദ്യാർത്ഥികളും സ്കൂളിന്റെ പുരോഗമനത്തിന് വേണ്ടി സംഭാവനകളും ചടങ്ങിൽ കൈമാറി. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കൃഷ്ണകുമാർ, അലി, റിട്ടയർഡ് പ്രിൻസിപ്പൽ ബാലകൃഷ്ണൻ, PTA അംഗം മോഹൻദാസ്, AV നാസർ, M ഉണ്ണികൃഷ്ണൻ, ജയശ്രീ, MM പരമേശ്വരൻ, മുസ്തഫ, നിവേദ്, ഗിരിജ, K പ്രസാദ് തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. സർവീസിൽ നിന്നും വിരമിക്കുന്ന പട്ടാമ്പി സർവീസ് സഹകരണ ബാങ്ക് സെക്രട്ടറി M പരമേശ്വരന് യാത്രയയപ്പ് നൽകി. മുഹമ്മദ് മൂസിൻ MLA യാത്രയയപ്പ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. പട്ടാമ്പി സർവീസ് സഹകരണ ബാങ്ക് സെക്രട്ടറി K പരമേശ്വരനാണ് സഹപ്രവർത്തകരുടെയും ബാങ്ക് ഭരണസമിതിയുടെയും നേതൃത്വത്തിൽ സമുചിതമായ യാത്രയയപ്പ് നൽകിയത്. മുഹമ്മദ് മൂസിൻ MLA യാത്രയയപ്പ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഒരു കാലഘട്ടത്തിൽ സഹകരണ പ്രസ്ഥാനങ്ങൾ ആരംഭിക്കുമ്പോൾ, സഹകരണ സംഘങ്ങൾ വരുമ്പോൾ, അത് സാധാരണക്കാർ, തൊഴിലാളികൾ അവർക്ക് ജീവിക്കാനും അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനും വേണ്ടിയിട്ടുള്ള ഒരു കെട്ടുറപ്പുള്ള ഒരു ധനകാര്യ സംവിധാനം എന്ന നിലക്കും ഒരു കൂട്ടായ്മ എന്ന നിലക്കും ഏറ്റവും മികച്ച പ്രവർത്തനം കാഴ്ചവെക്കുമ്പോൾ അന്ന് ജന്മിമാരും നാടുവാഴികളും ഒക്കെ അതിനെതിരായിട്ട് വന്നിരുന്നു. പിന്നീട് അധികാരികൾക്കെതിരായിട്ട് വന്നത് നമ്മുടെ ഭരണഘടന വന്നപ്പോൾ സ്റ്റേറ്റിന് പ്രാധാന്യം നൽകിക്കൊണ്ട് തന്നെ സഹകരണ സംഘങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന സമീപനമാണ് സ്വീകരിച്ചത്. അതിനുശേഷം ഇന്ത്യയിൽ സഹകരണ പ്രസ്ഥാനങ്ങൾ ഏറ്റവും മികച്ച പ്രവർത്തനങ്ങൾ ഓരോ മേഖലയിലും നടത്തിയിട്ടുണ്ട്. കാർഷിക മേഖലയിൽ എടുത്തു പറയാവുന്ന രീതിയിൽ നമ്മൾ നടന്നു വന്ന വഴികളിൽ ഏറ്റവും മികച്ച പ്രവർത്തനം നടത്തി കർഷകർക്ക് മുന്നോട്ട് പോകാനും സാമ്പത്തിക ഭദ്രത, ഹരിത വിപ്ലവം അടക്കമുള്ള കാര്യങ്ങൾ, അപ്പുറത്ത് ക്ഷീരമേഖലയിൽ വൈറ്റ് റവല്യൂഷൻ അടക്കമുള്ള കാര്യങ്ങൾക്കൊക്കെ തന്നെ സഹകരണ പ്രസ്ഥാനം മികച്ച പങ്ക് വഹിക്കും. ബാങ്ക് പ്രസിഡന്റ് NP വിനയകുമാർ അധ്യക്ഷനായിരുന്നു. പട്ടാമ്പി നഗരസഭാ ചെയർപേഴ്സൺ O ലക്ഷ്മിക്കുട്ടി, KC അലി ഇക്ബാൽ, A ആനന്ദവല്ലി, KP അജയൻ, പ്രൊഫസർ CP ചിത്ര, CM നീലകണ്ഠൻ, T ഗോപാലകൃഷ്ണൻ, NP രാമദാസ്, സെയിൽസ് ഓഫീസർ R മധു, ഓഡിറ്റർ K താജുദ്ദീൻ, AV സുരേഷ്, M ശങ്കരൻകുട്ടി, PC വാസു, C മുകേഷ്, PV സതീദേവി, MC അജിത്, C ജയപ്രകാശ് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. M പരമേശ്വരൻ മറുപടി പ്രസംഗവും നടത്തി. പട്ടാമ്പിയിൽ എംബ്രാന്തിരി ക്ഷേമസഭയുടെ ആഭിമുഖ്യത്തിൽ നടത്തിവന്നിരുന്ന മന്ത്രപഠന ശിബിരം സമാപിച്ചു. ഇതോടൊപ്പം വാർഷികാഘോഷവും സംഘടിപ്പിച്ചു. പട്ടാമ്പി അണ്ടലാടിയിലെ എംബ്രാന്തിരി ക്ഷേമസഭയുടെ ആസ്ഥാന മന്ദിരത്തിൽ വെച്ചായിരുന്നു വേദമന്ത്ര പൂജാപഠന ശിബിരം നടത്തി വന്നിരുന്നത്. ഇതിന്റെ സമാപന യോഗവും വാർഷികാഘോഷവും വിവിധ പരിപാടികളോടെ നടത്തി. സമാപന യോഗം തന്ത്രി ഡോക്ടർ മുടപ്പില്ലപ്പള്ളി പരമേശ്വരൻ നമ്പൂതിരിപ്പാട് ഉദ്ഘാടനം നിർവഹിച്ചു. കൊല്ലത്തിലൊരിക്കലേ നടത്തപ്പെടുന്നു എന്നുള്ളതുകൊണ്ട് മാത്രമല്ല, അത് നിലനിർത്തിക്കൊണ്ട് വരും തലമുറയ്ക്ക് പകർന്നു കൊടുത്തുകൊണ്ട് ഇങ്ങനെയൊരു സമ്പ്രദായം നടത്തി വരുന്ന ക്ഷേമസഭയുടെ പ്രവർത്തകർക്ക് 1000 നന്ദി വീണ്ടും പറയുകയാണ്. കുറച്ച് കാലങ്ങളായിട്ട് ഇത്തരം മന്ത്രപഠനവും ക്ലാസ്സുകളും ഇവിടെ വളരെ ഭംഗിയായി ചിട്ടയായിട്ട് നടത്തി വരുന്നുണ്ട്, എനിക്കറിയാം. ഇതേപോലെ ഇല്ലത്ത് വെച്ചിട്ടും ഒക്കെ നടത്താൻ ഞാൻ പല തവണ ശ്രമിച്ചു നോക്കിയിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ പ്രായോഗിക ബുദ്ധിമുട്ട് നല്ലോണം അറിയാവുന്നതാണ് പറയണത്. നല്ല രീതിയിൽ ഇത്തരം മന്ത്രപഠനങ്ങളൊക്കെ നടത്തുമ്പോൾ അതിന്റെ ഉദ്ദേശശുദ്ധി, അതിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ആ സന്തോഷം, അതിലടുത്തൊരു തലമുറയെ വളർത്തിയെടുക്കുന്ന ആ ഒരു സമ്പ്രദായം, അതെല്ലാം വളരെ മഹനീയമാണ്. ക്ഷേമസഭാ പ്രസിഡന്റ് JM ഉണ്ണി എംബ്രാന്തിരി അധ്യക്ഷനായിരുന്നു. CH രാധാകൃഷ്ണൻ ഹബ്ബ വിശിഷ്ടാതിഥിയായി. K നാരായണൻ എംബ്രാന്തിരി, രാജേഷ് എംബ്രാന്തിരി, PM നാരായണൻ എംബ്രാന്തിരി, MV ആനന്ദപത്മനാഭൻ എംബ്രാന്തിരി, JK നാരായണൻ എംബ്രാന്തിരി, രാമചന്ദ്രൻ എംബ്രാന്തിരി, PV നാരായണൻ എംബ്രാന്തിരി, പെരിയത്ത് മുരളി എംബ്രാന്തിരി, മാധവൻ എംബ്രാന്തിരി, മോഹനൻ എംബ്രാന്തിരി, ലതിക മനോജ്, പ്രീത ഹരീഷ്, സൗമ്യ മോഹനൻ, വിശ്വൻ എംബ്രാന്തിരി തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. വിദ്വേഷ പ്രസംഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ കേസെടുക്കുക, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്വതന്ത്രവും നീതിപൂർവവുമാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് SDPI സംസ്ഥാന വ്യാപകമായി നടത്തുന്ന പ്രതിഷേധം പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൂറ്റനാട് സെന്ററിൽ പ്രകടനം നടത്തി.
പ്രകടനത്തിന് ജില്ലാ പ്രസിഡന്റ് സഹീർ കാലിപ്പുറം, ജില്ലാ കമ്മിറ്റി അംഗം AY കുഞ്ഞുമുഹമ്മദ്, തൃത്താല നിയോജക മണ്ഡലം പ്രസിഡന്റ് താഹിർ കൂനമുച്ചി, സെക്രട്ടറി മൻസൂർ കപൂർ, പട്ടാമ്പി മണ്ഡലം പ്രസിഡന്റ് സൈദലവി വല്ലപ്പുഴ, സെക്രട്ടറി നാസർ ചെറുപ്പുളശ്ശേരി എന്നിവർ നേതൃത്വം നൽകി. വീട്ടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. ചെറുതുരുത്തി പൈങ്കുളം റെയിൽവേ ഗേറ്റിന് സമീപം പള്ളിത്തൊടി നായർ വീട്ടിൽ പരേതനായ ശ്രീരാമൻ നായരുടെ ഭാര്യ സത്യഭാമയെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. 78 വയസ്സായിരുന്നു. 2 ദിവസമായി വീട് തുറന്നു കാണാത്തതിനാൽ നാട്ടുകാർ അന്വേഷിച്ചപ്പോൾ വീടിനുള്ളിൽ നിന്നും ദുർഗന്ധം വമിക്കുകയും ചെയ്തതിനെ തുടർന്ന് വീട് തുറന്നു നോക്കിയപ്പോൾ ബാത്റൂമിനുള്ളിൽ മരിച്ചു കിടക്കുന്നതായി കാണുകയായിരുന്നു. ഉടൻ തന്നെ ചെറുതുരുത്തി പോലീസിനെ വിവരം അറിയിക്കുകയും പോലീസ് എത്തി മേൽ നടപടികൾ സ്വീകരിക്കുകയും ചെയ്തു. സത്യഭാമ മകൾ പ്രജിതയുടെ വീട്ടിലായിരുന്നു താമസം. മകൾ ഗൾഫിലുള്ള ഭർത്താവിന്റെ അടുത്തേക്ക് പോയതിനെ തുടർന്ന് സത്യഭാമ വീട്ടിൽ ഒറ്റയ്ക്കായിരുന്നു. കൃഷ്ണപ്രസാദ് മകനാണ്. പോലീസെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. ഈ വീടിൻ്റെ പരിസരത്തുള്ള ആൾക്കാർ ഒരു 2-3 ദിവസമായിട്ട് ഈ വീട് അടഞ്ഞു കിടക്കേണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ പേരിൽ ഇവരെ മകളും മരുമകനും കൂടി ഗൾഫിലാണ്. അപ്പോൾ ഈ വീട് തുറക്കാത്ത കാരണം ഇവർ വന്നിട്ട് പറഞ്ഞു, അങ്ങനെ അമ്മമ്മ ഗേറ്റും തുറക്കണില്ല, വാതിലും തുറക്കണില്ല, അപ്പോൾ വന്ന് നോക്കുക ചോദിച്ചു. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് വന്ന് നോക്കുമ്പോൾ എന്താ വെച്ചാൽ വാതിൽ അടഞ്ഞു കിടക്കുകയാണ്, ചെറിയൊരു സ്മെല്ലും വരുന്നുണ്ടായിരുന്നു. അപ്പോൾ പോലീസിനെ വിവരം അറിയിച്ചു. പോലീസ് വന്നപ്പോൾ ബാത്റൂമിൽ മരണപ്പെട്ട് കണ്ടത്. ഇതോടെ നിലവര വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.